ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നമ്മുടെ ചെറുപ്പകാലഘട്ടത്തും അല്ലാതെയൊക്കെ ഒത്തിരി കാണാൻ ആഗ്രഹിക്കുന്ന പൂന്തോട്ടങ്ങളിലൊക്കെ ഇങ്ങനെ പാറി നടക്കുന്നൊരു കൊച്ചു പ്രാണിയാണ് മിന്നാമിനുങ്ങ്. ഈവനിങ് ടൈമിലൊക്കെയാണ് നമുക്ക് ഈ മിന്നാമിനുങ്ങിനെ കാണാൻ സാധിക്കുക. ഏകദേശം സന്ധ്യാസമയമൊക്കെ ആയി കഴിയുമ്പോൾ ഈ മിന്നാമിനുങ്ങ് അതിൻ്റെ ഒരു കുഞ്ഞു വെളിച്ചം എല്ലാ ചെടികളിലേക്ക് ഇങ്ങനെ പോയി പാറി നടക്കുമ്പോൾ അവയെ കാണാനായിട്ട് ഒത്തിരി ഭംഗിയാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒത്തിരി കണ്ട് ആസ്വദിച്ചിട്ടുള്ളതാണ് ഈ മിന്നാമിനുങ്ങ് ഇങ്ങനെ പാറി നടക്കുന്നത്. തൻ്റെ ഒരു കുഞ്ഞു വെളിച്ചം അത് മറ്റുള്ളവരുടെ കണ്ണുകൾക്ക് എത്രമാത്രം സന്തോഷം നൽകുന്നു, അവർക്ക് എത്രമാത്രം അതിനൊരു സൗന്ദര്യം നൽകുന്നു എന്നുള്ളത് മിന്നാമിനുങ്ങ് അറിയുന്നൊന്നുമില്ല. പക്ഷേ അതിന് ചെയ്യാനായിട്ടുള്ളത് എന്താ? തൻ്റെ ഉള്ളിലുള്ള പ്രകാശം അത് മറ്റുള്ളവർക്കൊരു സന്തോഷമായി തീരുന്ന രീതിയിൽ അതിങ്ങനെ പ്രകാശിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാലോ. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. എന്താണ് ഈ വെളിച്ചം? അത് നമ്മളുടെ നല്ല പ്രവൃത്തികളാണ്. നമ്മളുടെ വിശ്വാസത്തിൻ്റെ, കരുണയുടെ, സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ നിമിത്തം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആ ഒരു വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുമ്പോൾ ആ വെളിച്ചത്തിൻ്റെ ഒരു മാധുര്യം അനേകം പേര് നുകരുമ്പോൾ അവിടെ പിതാവായ ദൈവം മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. മിന്നാമിനുങ്ങിന് ഉള്ളത് ഏതാനും മണിക്കൂറുകൾ മാത്രമേ അത് ജീവിക്കുന്നുള്ളൂ. പക്ഷേ തൻ്റെ ആ ഒരു കൊച്ചു ജീവിതത്തിനുള്ളിലും അനേകർക്ക് അത് സന്തോഷം നൽകാനായിട്ട് ആ ഒരു കൊച്ചു പ്രകാശത്തിലൂടെ സാധിക്കുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഓരോരുത്തരുടെയും ഇത്രയ്ക്കും ക്ഷണികമായിട്ടുള്ളൊരു ജീവിത കാലഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ, കരുണയുടെ, സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ നിമിത്തം അനേകരുടെ മുഖങ്ങളിൽ പ്രകാശം പരത്താനായിട്ട്, അനേകരുടെ മുഖത്ത് സന്തോഷം വിതറാനായിട്ട് നമ്മളുടെ ജീവിതം കൊണ്ട് സാധിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അതിനുവേണ്ടി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.